പുറപ്പാടിൽ 10-400 ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ 200ഓളം പേര് സ്ത്രീകളാണ്. അതിൽ പല പ്രായക്കാർ, ഒരു 5-6 വയസ്സ് മുതൽ 10-80 വയസ്സ് വരെയുള്ള സ്ത്രീകളുണ്ട്. ഒരു സ്ത്രീയോട് പോലും ഒരു സഹോദരിയോട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു അമ്മയോടെന്നുള്ള രീതിയിൽ, ഒരു ചേച്ചിയോടെന്നുള്ള രീതിയിൽ അല്ലാതെ ഞാൻ പെരുമാറിയിട്ടില്ല. അപ്പോൾ പക്ഷേ എന്നെ പറ്റി പറയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. പോക്സോ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കമൽ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ആമി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച 2 കുട്ടികളുടെ അച്ഛന്മാരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുക പോക്സോയിൽ. അവരെ മക്കളെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അപമാനിച്ചവനാണ് കേസ് കൊടുപ്പിച്ചിരിക്കുന്നത് എൻ്റെ പേരിൽ. അത് കുഴപ്പമില്ല, അത് ഇവിടം വരെ പോകും, നമുക്ക് നോക്കാം. അതിൻ്റെ ഞാൻ 2ാം പ്രതിയായുള്ളൂ. കാരണം വേറൊരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഞാനിത് പറഞ്ഞത്. I2I എന്ന് പറഞ്ഞൊരു ചാനലിലാണ് ഞാൻ അഭിമുഖം കൊടുത്തത്. അത് സുനിൽ മാത്യു എന്ന് പറഞ്ഞാൽ നല്ല ചങ്കുറപ്പുള്ള, സഭയ്ക്കെതിരെയൊക്കെ നിരന്തരമായി സ്റ്റോറികൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ദിനേശ് ചേട്ടാ, ഇത് നമ്മൾ പോക്സോ കേസിൽ 5-6 തവണ കയറി ഇറങ്ങാം നമുക്ക്. അത് കഴിയുമ്പോൾ ഈ കേസ് കൊടുത്തിരിക്കുന്ന ഈ രക്ഷകർത്താക്കൾ ഓർക്കട്ടെ, ഞാൻ അവരുടെ മക്കളെ എന്താ പറയുക, സയൻറ്റിഫിക്കായിട്ട് തന്നെ പരിശോധിക്കണമെന്നുണ്ട്. ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ചേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി, കാശൊക്കെ ഞാൻ മുടക്കിക്കൊള്ളാമെന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുട്ടികളുടെ വീട്ടുകാർക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് ഒരുപാടുണ്ടാവും. അത് വരട്ടെ, അത് പിന്നത്തെ കാര്യം. അപ്പം ഞാൻ പറയുന്നത്, വെറുതെ ഒരു ഇഷ്യൂവിന് പോകണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചപ്പോഴും എൻ്റെ എന്താ പറയുക അന്തരംഗത്തിൽ വക നൊരച്ചു പോകുന്നു. കാരണം സിനിമാക്കാരനെന്ന് പറയുന്നവൻ ഇനിയെങ്കിലുമൊക്കെ മാന്യന്മാരാവണ്ടേ എന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യം എൻ്റെ അനുഭവത്തിലുള്ളൊരു കഥ പറയാം. ഞാൻ ഒരു സീരിയൽ എടുത്തു, ഒരു വീട് വെച്ചു, വിചാരിക്കാത്ത എമൗണ്ടിലേക്ക് പോയി. ആ കടം തീർക്കാനായിട്ട് ഒരു സീരിയൽ സ്വയം പ്രൊഡ്യൂസ് ചെയ്തു. ആ സീരിയൽ അകാലത്തിൽ നിന്നുപോയി. അതിങ്ങനെ പലിശ കുട്ടിയിട്ട് 1,18,00,000 രൂപയായി വളർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം വഴിമുട്ടി. എൻ്റെ അമ്മ പോലും എൻ്റെ അനുജനോടൊപ്പം താമസം മാറ്റി. കാരണം എൻ്റെ പറഞ്ഞടാ, മൊത്തം പ്രശ്നത്തിലല്ലേ, നീ എന്നെയും കൂടെ താങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ അനിയനോടൊപ്പം കിടന്നു. കടക്കാരെ കൊണ്ടാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ല. ഏതെങ്കിലും അമ്പലത്തിലെ ഉത്സവപ്പിരിവിന് വന്ന് ഗേറ്റിൻ്റെ മുന്നിൽ ആരെങ്കിലും വന്ന് നിന്നാലും ഞാൻ പേടിക്കുമായിരുന്നു. കാരണം പലിശ മുടങ്ങി ആരോ വന്ന് നിൽക്കുന്നു എന്ന് പേടിക്കുമായിരുന്നു. 3,888 സ്ക്വയർ ഫീറ്റിൽ വെച്ച 10-88 ലക്ഷം രൂപ മുടക്കി വെച്ച വീടിൻ്റെ ഉള്ളിൽ ഞാനും സിന്ധുവും മോനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ബന്ധുക്കൾക്കോ സമൂഹത്തിനോ അറിയില്ലായിരുന്നു. ഞങ്ങളതിനകത്ത് ആത്മഹത്യ ചെയ്താൽ പോലും പുറത്തറിയില്ലായിരുന്നു. കാരണം ആരും ഞങ്ങളെ അന്വേഷിച്ച് വരാത്ത ഒരു ഘട്ടത്തിലേക്ക് ഞാൻ കടന്നുപോയി. കാരണം മൂക്കുമുട്ട കടത്തിൽ നിൽക്കുകയല്ലേ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അവസാനമായി ചെയ്ത ഒരു സീരിയലിലെ ഒരു നായികയെക്കുറിച്ച് ഒരു കഥ കേട്ടത്. കഥ കേട്ടത് ഞാൻ മനസ്സിൽ വെച്ചു. അയ്യോ, ഈ നടി അങ്ങനെയാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ അല്പം ഈ ദൈവവിശ്വാസിയാണെങ്കിലും, നിരീശ്വരവാദിയല്ല, പക്ഷേ ദൈവവിശ്വാസിയാണെങ്കിൽ ഞാനൊരു അമ്പലത്തിൽ പോകുന്ന ആളല്ല. നമ്മുടെ പ്രവൃത്തി ദൈവമായിരിക്കണം എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ സിന്ധു നേരെ തിരിച്ചുമാണ്. അങ്ങനെ സിന്ധുവിനോട് ഓരോരുത്തർ പറയുന്നതും സിന്ധു ചെയ്യുമായിരുന്നു. ഇപ്പോൾ സെറ്റിൽ അഭിനയിക്കാമെന്ന ദിനേശ് പണിക്കർ പറഞ്ഞു, ഭീമ ജ്വല്ലറി പോയിട്ട് ദിനേശിൻ്റെ നാള് പറഞ്ഞിട്ട് 1-2 കല്ലിടണം, മോതിരം. അപ്പോൾ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിലും കടമൊക്കെ മറിച്ച് സിന്ധുവിൻ്റെ നിർബന്ധം കൊണ്ട്, എനിക്ക് സിന്ധുവിനെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല, മകനെയും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും പലതും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അങ്ങനെ ഭീമ ജ്വല്ലറി ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വിശാഖ നക്ഷത്രമൊക്കെ പറഞ്ഞു, തുലാക്കൂർ എന്നൊക്കെ പറഞ്ഞു. അവിടെ അന്നൊരു സ്റ്റോണിൻ്റെ ഒരാളുണ്ടായിരുന്നു, സ്പെഷ്യലിസ്റ്റ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞ 2-3 മോതിരം ഉണ്ടാക്കി, കടം വാങ്ങിച്ച പൈസ കൊണ്ട്. അതൊക്കെ കയ്യിലിട്ടുണ്ടോ? ഈ തമിഴന്മാർ അണ്ണാച്ചിമാരെ അടക്കുമ്പോൾ അക്കാലത്ത് 2-3 മോതിരമൊക്കെ ഇട്ടാണ് ഞാൻ നടന്നിരുന്നത്. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇത് എന്തിനാണ് ഇട്ടേക്കണമെന്ന്. ഞാൻ ആരുടെയും പറഞ്ഞില്ല. ഇത് സിന്ധുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇട്ടേക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ആരോ സിന്ധുവിനോട് പറഞ്ഞു, ശനിയാഴ്ച ദിവസങ്ങളിൽ ദിനേശ് പുറത്ത് പോകുമ്പോൾ കറുത്ത ഉടുപ്പ് ഇടിയിക്കാവും. അതെന്താണെന്ന് ചോദിച്ചു. കറുത്ത ഉടുപ്പ് ഇടിയിക്കണം, അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം നടത്തണം എന്നൊക്കെ സിന്ധുവിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിന്ധു എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോകാനായിട്ട് ഉടുപ്പിടുമ്പോൾ പറയണം, ഈ ഉടുപ്പിടാതെ ഈ ഉടുപ്പിടുക എന്ന് പറഞ്ഞൊരു കറുത്ത ഉടുപ്പെടുത്ത് തന്നെ ഇടിക്ക് വരുന്നത്. പിന്നെയാണ് ഞാനിതൊക്കെ അറിയുന്നത്. അതുപോലെ സിന്ധുവിനോട് ആരോ പറഞ്ഞു, ഏതെങ്കിലും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് തൃക്കൈ വെണ്ണ വെച്ച് കൊടുക്കണം കയ്യിൽ. അങ്ങനെ തൃക്കൈ വെണ്ണ വെച്ച് കൊടുക്കുമ്പോൾ ആ വെണ്ണ ഇങ്ങനെ കയ്യിലിരുന്ന് അലിഞ്ഞ് തുള്ളിയായിട്ട് വീഴും. അങ്ങനെ വീഴുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കഷ്ടതയും മാറും, ദിനേശന് ഉയർച്ചയുണ്ടാവും
അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സിന്ധു എന്നോട് പറഞ്ഞു, ആണാ ഏതെങ്കിലും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ശ്രീകൃഷ്ണന് തൃക്കൈ വെണ്ണ കൊടുക്കണം. ഓക്കെ, കൊടുക്കാം. ഞാനപ്പോൾ ഒരു കാര്യത്തിലും സിന്ധുവിനെയോ മോനെ എതിർക്കില്ലായിരുന്നു. കാരണം മൊത്തം അച്ഛൻ കുളമാക്കി അല്ലെങ്കിൽ ഭർത്താവ് കുളമാക്കി വെച്ചിരിക്കുന്ന ജീവിതം അവർ സങ്കടഭരിതമായി ജീവിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന എന്ത് കാര്യത്തിനും ഞാൻ തയ്യാറായിരുന്നു ആ കാലത്ത്. അങ്ങനെ ഞങ്ങളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി. എനിക്ക് തോന്നുന്നൊരു വ്യാഴാഴ്ച. അവിടെ ചെന്ന് ശ്രീകൃഷ്ണന് തൃക്കൈ വെണ്ണ കൊടുക്കാനായിട്ട് തുണ്ടൊക്കെ എഴുതി. അപ്പോഴാണ് അറിയുന്നത് ആ അമ്പലത്തിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു അധ്യാപകനാണ്. അദ്ദേഹം, ആ ദിനേശ് എന്താ ഇവിടെ വന്നേ എന്നിട്ട് ഞാൻ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ, എന്നെയും കൂടെ കൂട്ടി പൂജാരിയുടെ അടുത്ത് പോയിട്ട്, ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, തൃക്കൈ വെണ്ണ തരാൻ വന്നതാണ്, പോറ്റി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആ പിന്നെന്താ എന്ന് പറഞ്ഞു. ഇങ്ങനെ തൃക്കൈ വെണ്ണയൊക്കെ കൊടുത്തു. അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ നടന്നിട്ട് ഞങ്ങളവിടെ വെണ്ണയുടെ പ്രസാദം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഈ പൂജാരി ഇറങ്ങി പുറത്തേക്ക് വന്നു. പൂജാരി വന്നിട്ട് പറഞ്ഞു, എനിക്കും സിനിമയും സീരിയലുമായിട്ടൊക്കെ ചെറിയ ബന്ധമുണ്ട്. അപ്പോൾ എന്നെ സെക്രട്ടറിയെ പരിചയപ്പെടുത്തി, എൻ്റെ സാറ് പരിചയപ്പെടുത്തി എന്നെ. എന്നിട്ട് എങ്ങനെ എൻ്റെ ഒരു ബന്ധുക്കുട്ടി സിനിമയിലും സീരിയലിലൊക്കെ ഉണ്ട്, ആ കുട്ടി താങ്കളുടെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു. അദ്ദേഹം ആ കുട്ടിയുടെ പേര് പറഞ്ഞു. ഞാൻ ശ്രീകൃഷ്ണനുമായിട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു നിന്ന എൻ്റെ മനസ്സിലൂടെ പെട്ടെന്നൊരു ഇടിവെട്ട് പോലെ പഴയൊരു സംഭവം കടന്നുപോയി. അതെന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയറായി, പ്രൊഡക്ഷൻ മാനേജരായി, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി, എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്ത് ജീവിതം കരിപ്പിടിപ്പിക്കാൻ നടന്ന ഒരു നല്ല പയ്യൻ, എനിക്ക് ഭയങ്കര അടുപ്പമുള്ളൊരു പയ്യനാണ്. അവൻ പിന്നെ പ്രൊഡ്യൂസറുമായി. അവന് കുറച്ചു കാലം ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് കാര്യങ്ങളും എന്നോട് പറയും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, അണ്ണാ നിങ്ങളുടെ സീരിയലിൽ അഭിനയിക്കുന്ന മറ്റേ നടിയില്ലേ, അവനാ അണ്ണാ ആ നടിയെ ഞാൻ ചെയ്തൊരു കാര്യം പറയട്ടെ. അങ്ങനെ പറയും. അണ്ണാ ബാംഗ്ലൂരുള്ള ഒരാൾക്ക് ഈ നടിയെ എന്താണെന്നുണ്ടോ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ അദ്ദേഹത്തിനൊരു ആഗ്രഹം, അവരുമായിട്ട് 1-2 ദിവസം ചിലവഴിക്കണം. അങ്ങനെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവർക്ക് സമ്മതം. 5 ദിവസത്തേക്ക് ബുക്ക് ചെയ്തു. ഒരു ദിവസം 25,000 രൂപ വെച്ച്, അല്ല 15,000 രൂപ വെച്ച് 5 ദിവസത്തേക്ക് 75,000 രൂപ. അവർ പറഞ്ഞു, ഞാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് വരില്ല, എൻ്റെ അമ്മയെ കൂടെ കൊണ്ടുവരും. ആയിക്കോട്ടെ. അപ്പോൾ അമ്മയും മകളും ഈ പറഞ്ഞ പയ്യനും കൂടി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പറന്നു ബാംഗ്ലൂരിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ മറ്റേ ആൾ എയർപോർട്ടിൽ കാത്തു നിന്നു. അവരുടെ കൂടെ ഇവർ 3 പേരും കയറി ഒരു വലിയ ഹോട്ടലിൽ, സ്റ്റാർ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അവിടെ നേരത്തെ റൂമൊക്കെ പറഞ്ഞിരുന്നു. അവർ 3 പേരും ഒരു റൂമിലും മറ്റേ ബുക്ക് ചെയ്ത ആൾ ഒരു റൂമിലും. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് ഈ നടിയെ കൂട്ടി അപ്പുറത്തേക്ക് പോയി. ഈ റൂമിൽ അമ്മയും ഈ സപ്ലയറായ പയ്യൻ. വൈകുന്നേരമായപ്പോൾ അവർ 2 പേരും കൂടി വീണ്ടും അവരുടെ റൂമിലേക്ക് വരുന്നു. ഞങ്ങളൊന്ന് പുറത്ത് ഷോപ്പിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞു. പുറത്ത് ഷോപ്പിങ്ങിന് പോകുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തോ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു. സ്വർണം വാങ്ങിക്കൊടുത്തോന്ന് എനിക്കറിയില്ല, തുണി എന്തായാലും വാങ്ങിക്കൊടുത്തു. വന്നു. രാത്രി ഭക്ഷണം 4 പേരും കൂടെ കഴിച്ചു. ഈ മകളും ആ പറഞ്ഞ ബാംഗ്ലൂരുകാരനും കൂടെ ഒരു റൂമിൽ, ഈ പയ്യൻ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ മാനേജരും എക്സിക്യൂട്ടീവൊക്കെ ആയിരുന്ന പയ്യനും ആ നടിയുടെ അമ്മയും കൂടെ ഒരു റൂമിൽ. ബാക്കി ഞാൻ പറയണ്ടല്ലോ. 2ാമത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. 3ാമത്തെ ദിവസമായപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, അനിയ എനിക്ക് അല്പം ജോലി തിരക്കുകൊണ്ട് എനിക്ക് മടുത്തു, അപ്പോൾ നിങ്ങൾ തിരിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞു, അതെന്ത് പരിപാടി, 5 ദിവസത്തേക്ക് പറഞ്ഞിട്ട് 3 ദിവസമല്ലേ ഉള്ളൂ, അത് നീ കാര്യമാക്കണ്ട, ഞാൻ 5 ദിവസത്തേക്കും കാശ് തന്നേക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ദിവസത്തേക്ക് 15,000 രൂപയാണ് ഈ കുട്ടിക്ക്. പക്ഷേ അയാളോട് പറഞ്ഞിരിക്കുന്നത് 25,000 രൂപയാണ്. അപ്പോൾ 5 ദിവസത്തേക്ക് 1,4 ലക്ഷം രൂപ. ഇവന് ഈ പണി ചെയ്യുന്നതിന് 25,000 രൂപ. അങ്ങനെ 1.5 ലക്ഷം രൂപ അയാൾ ഇവനെ ഏൽപ്പിക്കുന്നു. ആ പെൺകുട്ടിക്ക് അവൻ അതിൽ നിന്ന് 15 രൂപ വെച്ച് 3 ദിവസത്തെ പൈസ 45,000 രൂപ കൊടുത്തു. ബാക്കി 1,05,000 രൂപ അവനെടുത്തു. സന്തോഷമായിട്ട്
കൈ കൊടുത്ത് പിരിഞ്ഞ് വിമാനത്തിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവർ അമ്മയും ആളും കൂടെ അവരുടെ വഴിയെ പോയി, അവൻ്റെ വഴിക്ക് പോയി. ഈ കഥ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ തൃക്കൈ വെണ്ണ കൊടുക്കാൻ ശ്രീകൃഷ്ണൻ കൊടുക്കാൻ ചെന്നിടത്ത പൂജാരി ആ നടി എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ഈ ഭക്തി മുഴുവൻ അങ്ങ് പോയി. ശ്രീകൃഷ്ണനും എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. എൻ്റെ ഈ ബാംഗ്ലൂരിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ വരുമ്പോലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ പറയുന്ന നമ്മുടെ നിർമാല്യം സിനിമയിൽ ജീവിതകാലം മുഴുവൻ ദേവിക്ക് വേണ്ടി ഭക്തനായി നടന്ന വെളിച്ചപ്പാട് സ്വന്തം ഭാര്യ അന്യപുരുഷനുമായി കിടക്കുന്ന കാഴ്ച വരെ കാണേണ്ടി വന്ന ഗതികേടിൽ നിന്നെ ഇത്രയും കാലം പൂജിച്ചിട്ട് നീ എനിക്ക് തന്ന അനുഭവം ഇതാണോ എന്ന് ചോദിച്ചിട്ട് വിഗ്രഹത്തിൽ കാറി തുപ്പുന്നിടത്താണല്ലോ നിർമാല്യം തീരുന്നത്. അതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി. കാരണം ഒരു നിഷ്കളങ്കനായ ഒരു പൂജാരി ശ്രീകൃഷ്ണന് തൃക്കൈ വെണ്ണയൊക്കെ കൊടുത്ത് പൂജകൾ നടത്തുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ കുട്ടി ഒരു ദിവസം ശരീരത്തിന് 15,000 രൂപ വെച്ച് ബാംഗ്ലൂർ പോയി ബിസിനസ് നടത്തുന്നു എന്ന് ആലോചിച്ചപ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. പെട്ടെന്ന് അവിടുന്ന് തൃക്കൈ വെണ്ണയുടെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകും. ഞാൻ തിരിച്ചു വന്നപ്പോൾ സിന്ധുവിനോട് ഞാൻ ഈ വിവരം പറഞ്ഞു. എടി, ആ പൂജാരി പറഞ്ഞ നടി ഇന്ന ആളാണ്, അവർക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട്, അത് നമ്മുടെ മറ്റേ അവനാണ് ബാംഗ്ലൂർ കൊണ്ടുപോയി ഞാൻ കാര്യമൊക്കെ പറഞ്ഞെടുത്തു. കാരണം അവർക്കും ഈ പയ്യനെ അറിയാം. ഞാൻ പിന്നെ അതിനുശേഷം തൃക്കൈ വെണ്ണ കൊടുക്കാൻ ആ അമ്പലത്തിൽ പോയിട്ടേ ഇല്ല. കാരണം എനിക്ക് അവിടെ പോയാൽ ഈ പൂജാരിയെ കണ്ടാൽ എനിക്ക് എന്താ പറയുക, ഈ നടിയുടെ ബാംഗ്ലൂരിലെ യാത്രയെക്കുറിച്ച് ഓർമ്മ വരും. ഞാനതുകൊണ്ട് എന്നിട്ട് അവനോട് ചോദിച്ചു, എടാ, ഒരു പെൺകുട്ടിയെ 15 രൂപ വെച്ച് നീ എടുക്കുന്നു, നിനക്ക് 25,000 കമ്മീഷൻ ഉള്ളത് തികയാത്തതുകൊണ്ട് നീ അവൾക്ക് 25 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് അവൾക്ക് 15 രൂപ വെച്ച് കൊടുക്കും, പോട്ടെ. പക്ഷേ അയാൾ 5 ദിവസത്തെ പൈസ തന്നപ്പോൾ നീ എന്താ 5 ദിവസത്തേക്ക് 75,000 രൂപ അവൾക്ക് കൊടുക്കാത്ത? അണ്ണാ, ഇതൊക്കെ കൊണ്ടല്ലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കും ഭാര്യയും കുട്ടികളും അമ്മയൊക്കെ ഉള്ളതല്ലേ. ഞാനിതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്രേ കൊടുത്തുള്ളൂ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. 3 ദിവസത്തേക്ക് 45,000 രൂപയും കുറേ ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ, 5,000 10,000 15,000 രൂപയ്ക്കുള്ള ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൊടുത്തല്ലോ. അതുകൊണ്ട് അവൾക്ക് ദുഃഖമൊന്നുമില്ല എന്നാണ് അവൻ എൻ്റെ മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ആ കുട്ടി അമ്മയും മകളും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമെന്നുള്ള സത്യം. ആ കുട്ടി ആ കാശുകാരൻ്റെ കൂടെ ഒരു റൂമിൽ കിടക്കുമ്പോൾ ഇവിടെ ആ കുട്ടിയെ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് ഏജൻറ്റായി ഈ പയ്യനോടൊപ്പം അമ്മയും ആലോചിക്കുക. ആ കുട്ടി അപ്പോൾ അമ്മയെക്കുറിച്ച് എന്തായിരിക്കും ആലോചിക്കുന്നത്, അമ്മ മകളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്താ, ഈ ബന്ധങ്ങൾ എവിടെ പോയി നിൽക്കുമെന്ന് ഞാൻ ആലോചിച്ചു. സിനിമയിൽ ഇങ്ങനെ കാശുണ്ടാക്കാനായി നടക്കുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഈ പറയുന്ന എന്താ പറയുക കൊല്ലം ജില്ലക്കാരനായ ഗൾഫുകാരൻ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഞാനിങ്ങനെ ആലോചിച്ച്, എന്തിനാ ഇങ്ങനെ നാണം കെട്ട് പൈസ ഉണ്ടാക്കുന്നത്? മാനം വിറ്റ് കാശുണ്ടാക്കിയാൽ മാനം പിന്നെ കാശ് വാങ്ങിത്തരുമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അതാണോ എന്നെനിക്കറിയില്ല. ആ ഗൾഫുകാരൻ എന്നോട് പറഞ്ഞത്, ദിനേശെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല നിങ്ങളുടെ സിനിമാ രംഗം അല്ലെങ്കിൽ നിങ്ങളുടെ സീരിയൽ രംഗം. കേരളം പോലും ഒരുപാട് മാറിപ്പോയി ദിനേശെ. ഇപ്പോൾ എറണാകുളത്ത് പഠിക്കാൻ വരുന്ന പല പെൺകുട്ടികളും ചില ഏജൻറ്റുമാരുടെ കയ്യിലുണ്ട്. അവർ ഗൾഫിൽ വരാൻ തയ്യാറാണ്, എന്തിനും വരാൻ തയ്യാറാണ്. എമൗണ്ട് പറഞ്ഞാൽ മതി, അവർ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ അവർ വരും, പറ്റിക്കൊന്നുമില്ല. ഇനി അങ്ങനെയല്ല, ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിച്ചു തന്ന് നമുക്കിഷ്ടപ്പെട്ടാൽ അവളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ ഇട്ട് കൊടുത്താൽ വീഡിയോയിലൂടെ ഫോണിലൂടെ എന്താ പറയുക വീഡിയോ കോൾ വിളിച്ചിട്ട് ഇവർ പറയുന്ന അവയവങ്ങൾ കാണിച്ചു കൊടുക്കും. 1000 രൂപയേ ഉള്ളൂ. ആലോചിച്ച് നോക്കി, പെൺകുട്ടികൾ എത്ര നശിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിൽ. എനിക്കൊരു മോളില്ലാത്തതുകൊണ്ടാണെന്നുണ്ട്, എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമം തോന്നി ഇതൊക്കെ കേട്ടപ്പോൾ. അദ്ദേഹം ഭയങ്കര കാഷ്വലായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പ്രശ്നമില്ല ദിനേശ്. കാരണം അവൾ 1000 രൂപ വെച്ച് ആ പഠിക്കാൻ പോകുന്ന കുട്ടി ചിലപ്പോൾ ഒരു ദിവസം 10 പേരെ കാണിക്കുമായിരിക്കും. 10,000 രൂപ അവൾക്ക് കിട്ടി. അവൾ അതുകൊണ്ട് ഒരു 5,000 രൂപയ്ക്ക് അടിപൊളി ഡ്രസ്സൊക്കെ എടുത്ത് അവിടുത്തെ സമ്പന്നരായ പിള്ളേർ പഠിക്കുന്ന കോളേജിൽ അവളെക്കാൾ സമ്പന്നയാണെന്ന് കാണിക്കുന്ന രീതിയിൽ ഡ്രസ്സും 1,00,000 രൂപയുടെ ഫോണും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണ് ഈ പിള്ളേർ ജീവിക്കുന്നത്. അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് റെക്കോർഡ് ചെയ്താൽ നാളെ തെളിവാവില്ലേ? റെക്കോർഡ് ചെയ്ത് നിങ്ങൾ പുറത്തു വിട്ടാൽ നിങ്ങളകത്താവും. അവൾ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കും, നിങ്ങൾ ബോക്സ് ഓഫീസിലകത്താവും. അവൾക്കതിലൊന്നും പേടിയൊന്നും ആ പിള്ളേർക്കില്ല എന്ന് അദ്ദേഹം പറയും. ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, മലയാളി ഗൾഫിൽ ജോലിക്കെന്ന് പറഞ്ഞ് പോകുന്ന പല മലയാളികൾക്കും ഈ ഏജൻറ്റ് പണിയാണ്. അവിടെ പെണ്ണ് കൂട്ടിക്കൊടുക്കലാണ്. സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ സീരിയൽ താരങ്ങളെ കൊണ്ടൊന്ന് കൂട്ടിക്കൊടുക്കലാണ് പ്രധാന ജോലി. അപ്പോൾ എന്നോട്
ഈ ഗൾഫ് സുഹൃത്ത് എന്നോട് ചോദിച്ചത്, അല്ല ദിനേശേ, നിങ്ങൾ സിനിമ വന്നിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞു 38 വർഷമായി. നിങ്ങളിപ്പോൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. എത്ര രൂപ വാടക? ഞാൻ പറഞ്ഞു മാസം 16,000 രൂപ. അതെന്താ നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റാതെ പോയി? വീട് വയ്ക്കാൻ പറ്റിയില്ല, വീടുണ്ടായിരുന്നു, നല്ല വീടൊക്കെ വെച്ചത് തന്നെ, ഒരു സീരിയൽ എടുത്തത് പോയി. അതല്ല ദിനേശ്, നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാനുള്ള കളികൾ അറിയില്ല, അതാണ് പ്രശ്നം. അതറിയാമായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ വാടക വീട്ടിൽ കിടക്കേണ്ട ആളല്ല, നിങ്ങൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളെയല്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, ഗൾഫിൽ ഭർത്താവിന് എവിടെ ജോലി, അച്ഛൻ എവിടെ ജോലി എന്ന് വെച്ചാൽ ഗൾഫിലാണ്. ഗൾഫിൽ ഭയങ്കര കാശുണ്ടാക്കുന്ന ജോലിയാണെന്ന് പറയും. പലരും ഗൾഫിൽ ഈ കേരളത്തിൽ നിന്ന് നടിമാരെ, സീരിയലിലെയും സിനിമയിലെയും നടിമാരെ കൊണ്ടുവന്ന് ഗൾഫിൽ വിൽക്കലാണ് ജോലി. അവർ കമ്മീഷൻ ഏജൻറ്റാണ്. ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ടിട്ട് ആ ഫ്ലാറ്റിൽ ഇങ്ങനെ നടികളെ കൊണ്ടുവന്ന് 10-15 ദിവസം താമസിപ്പിക്കും. ദിനേശ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ സിനിമയിലും സീരിയലിലും ഒക്കെ ഉള്ള 3 സിനിമയോ ഒരു സീരിയലോ കഴിയുന്ന നടി 1 കോടി രൂപയുടെ കാർ എങ്ങനെ വാങ്ങുന്നതെന്ന് ദിനേശ് ചിന്തിക്കാറുണ്ട്? ഞാൻ പറഞ്ഞില്ല, അത് ലോണൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഒരു ലോണോ അല്ല ദിനേശേ, ഇവിടെ വന്ന് ഞങ്ങളുടെ കാശ് പിരിച്ചാണ് അവർ ജീവിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എങ്ങനെ ദിനേശേ 5 കോടിയുടെയൊക്കെ വീടൊക്കെ വയ്ക്കണേ?